നമസ്കാരം. ഇന്ന് പാകിസ്ഥാനിലെ ഏറ്റവും ശക്തനായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരമേ ഉള്ളൂ: അസീം മുനീർ, പാകിസ്ഥാനിലെ സൈനിക മേധാവി. എന്നാൽ ഈ അസീം മുനീർ ഇപ്പോൾ ശരിക്കും തൃശങ്കുലി നിൽക്കുന്നതായിട്ടാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല, ഗാസയിലേക്ക് പാകിസ്ഥാനിലെ സൈന്യത്തെ അയക്കണമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടിട്ട് കുറേ നാളുകളായി. പക്ഷേ ഇനിയും സൈന്യത്തെ അങ്ങോട്ട് അയച്ചിട്ടില്ല. അയക്കണോ വേണ്ടയോ എന്നുള്ള വല്ലാത്ത ആശയക്കുഴപ്പത്തിലാണ് ഈ അസീം മുനീർ എന്നാണ് പറയപ്പെടുന്നത്. 27ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ സർവ്വ സൈന്യാധിപനായി മാറിയിരിക്കുന്ന ഈ അസീം മുനീറിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിൻ്റെ വിരോധം സമ്പാദിക്കുക എന്ന് പറഞ്ഞാൽ അത് ആത്മഹത്യാപരമായ നടപടിയാണ്. എന്നാൽ ഗാസയിലേക്ക് സൈന്യത്തെ അയച്ചാൽ അത് ഇസ്രയേലിനെ അനുകൂലിക്കുന്ന നടപടിയുമായി പോകും. സ്വന്തം രാജ്യത്ത് തന്നെ ഇസ്ലാമിക സംഘടനകളും മറ്റ് മുസ്ലിം രാഷ്ട്രങ്ങളുമൊക്കെ തന്നെ തനിക്ക് എതിരാകും എന്നും അസീം മുനീറിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലാണ് ഇയാളെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിനെ ഇപ്പോഴും പാകിസ്ഥാൻ അംഗീകരിച്ചിട്ടില്ല. പാകിസ്ഥാനിലെ പാസ്പോർട്ടിൽ പോലും വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഇസ്രായേലിലേക്ക് ഈ പാസ്പോർട്ട് ഉപയോഗിച്ച് പോകാൻ പറ്റുകയില്ല എന്ന്. അതുപോലെ ഇസ്രായേലുമായി സൗഹൃദം പുലർത്തുന്ന പല രാജ്യങ്ങളുമായും പാകിസ്ഥാൻ അത്ര നല്ല ബന്ധമല്ല. മാത്രമല്ല, ഇന്ത്യയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതിരോധ പങ്കാളി കൂടിയാണ് ഇസ്രായേൽ. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സഹായിക്കുന്ന ഈ നടപടി അംഗീകരിക്കാൻ പാകിസ്ഥാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പാകിസ്ഥാൻ സൈനികരെ ഗാസയിലേക്ക് അയക്കണമെന്ന് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ അത് നിരസിക്കാനും കഴിയുകയില്ല. ഏതായാലും നിവർത്തികെട്ട് ഒടുവിൽ അസീം മുനീർ 3ാം തവണ ഇപ്പോൾ വീണ്ടും ട്രംപിനെ കാണാൻ അമേരിക്കയിലേക്ക് പോകുന്നു എന്നാണ് പറയപ്പെടുന്നത്. അവിടെ നിന്ന് ഒരുപക്ഷെ ട്രംപിൻ്റെ കൈയും കാലും പിടിച്ച് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് ആവശ്യപ്പെടാനായിരിക്കാം അയാൾ പോകുന്നതെന്നാണ്. ഒരിക്കലും ഹമാസിനെ തള്ളിപ്പറഞ്ഞ രാജ്യമല്ല പാകിസ്ഥാൻ എന്ന് മാത്രമല്ല, ഹമാസിനെ അനുകൂലിക്കുന്നവരുമാണ്. അങ്ങനെ പാകിസ്ഥാൻ സൈന്യം ഗാസയിലെത്തി അവിടെ ഹമാസിനെ കൈകാര്യം ചെയ്യാൻ ഇറങ്ങിയുള്ള അവസ്ഥ എന്തായിരിക്കും? പ്രധാനപ്പെട്ട മുസ്ലിം രാഷ്ട്രങ്ങളായ തുർക്കിക്കും അതല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെ മുന്നിൽ തങ്ങൾ മോശക്കാരായി മാറുമോ എന്നുള്ള സംശയം ഇപ്പോഴും പാകിസ്ഥാനുണ്ട്. കഴിഞ്ഞ ദിവസം ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇസ്ലാം രാജ്യങ്ങളുടെ ഒരു പൊതുയോഗം അമേരിക്ക വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മിക്കവാറും രാജ്യങ്ങൾ പങ്കെടുത്തിരുന്നു. തുർക്കി മാത്രമാണ് ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. ഏതായാലും പാകിസ്ഥാൻ്റെ പ്രതിനിധിയും പങ്കെടുത്തിരുന്നു. പക്ഷേ എത്രയും വേഗം നടപടി വേണം എന്നാണ് ഇപ്പോൾ ട്രംപ് ആവശ്യപ്പെടുന്നത്. ഇത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം, പാകിസ്ഥാൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിർദ്ദേശമാണ്. പക്ഷേ ട്രംപിനെ നിരസിക്കാനും കഴിയുകയില്ല. പാകിസ്ഥാനിൽ ഇപ്പോൾ അവിടുത്തെ പ്രസിഡന്റിനേക്കാളും പ്രധാനമന്ത്രിയേക്കാളും പവറുള്ളത് അസീം മുനീറിന് തന്നെയാണ്. അയാൾ തീരുമാനിക്കും ഇനി എങ്ങോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ. കടുത്ത മതമൗലികവാദി കൂടിയാണ് ഈ സൈനിക മേധാവി. അങ്ങനത്തെ ഒരാൾ ഈ ഗാസയിലേക്ക് തങ്ങളുടെ സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആളുകളെ നേരിടാൻ, അല്ലെങ്കിൽ തങ്ങളെ അനുകൂലിക്കുന്നവരെ നേരിടാൻ വേണ്ടി സൈന്യത്തെ അയക്കുക എന്ന് പറയുന്നത് അസീം മുനീറിന് വലിയൊരു തിരിച്ചടി ഉണ്ടാക്കും ആ അറബ് ലോകത്തും മുസ്ലിം ലോകത്തുമൊക്കെ എന്ന് അയാൾക്ക് നന്നായിട്ടറിയാം. പക്ഷേ വേറെ വഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ധർമ്മസങ്കടത്തിലായിരിക്കുകയാണ് ഇപ്പോൾ അസീം മുനീർ എന്നാണ് കരുതപ്പെടുന്നത്. ഹമാസിനെ നിരായുധരാക്കാനുള്ള നീക്കമാണ് അമേരിക്ക നടത്തുന്നത്. ഇതിനായി അവർ ഇസ്രായേൽ ഇതിൻ്റെ കാര്യങ്ങൾ ദൗത്യം നടപ്പിലാക്കുന്നതിനായി ഒരു ഹെഡ്ക്വാർട്ടേഴ്സ് തന്നെ സ്ഥാപിച്ചിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അങ്ങനെ അവിടെ നിന്നുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കുമ്പോൾ ഈ പാകിസ്ഥാനിലെ സൈന്യവും അവർക്ക് വിധേയരായി നിൽക്കേണ്ടി വരും. അമേരിക്ക നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഹമാസിൻ്റെ തുരങ്കങ്ങൾ തകർക്കാനും അവരെ പിടികൂടാനും വേണ്ടി വന്നാൽ വധിക്കാനും വരെ പാകിസ്ഥാൻ സൈന്യവും കൂടെ ഇറങ്ങേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതുതന്നെയാണ് ഇപ്പോൾ പാകിസ്ഥാനെ വല്ലാത്ത വെട്ടിലാക്കിയിരിക്കുന്നത്. ഇത് സ്വന്തം രാജ്യത്ത് തന്നെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉണ്ടാക്കാനും ഒപ്പം ഇസ്രായേൽ വിരോധ ആളിക്കെത്തിക്കാനും ഒക്കെ തന്നെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല. അങ്ങനെ പ്രതിസന്ധി ഉണ്ടായാൽ അമേരിക്ക സ്വാഭാവികമായി ഇസ്രായേലിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ വീണ്ടും വെട്ടിലാകുന്ന ഒരു സ്ഥിതി കൂടി വരും. ഇതെല്ലാം കൂടി എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ നട്ടം തിരിയുകയാണ് ഈ അസീം മുനീർ എന്നാണ് പറയപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട സൈനിക ഉദ്യോഗസ്ഥന്മാരെയൊക്കെ യോഗം വിളിച്ച് അസീം മുനീർ കാര്യം ചർച്ച ചെയ്തിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവരെല്ലാവരും നിസ്സഹായരാണ്. കാരണം അമേരിക്കയുടെ മാത്രം ബലത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ പിടിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായി യുദ്ധം ചെയ്യാൻ പോയപ്പോഴെല്ലാം പരാജയപ്പെട്ടിട്ടുള്ള, ഏറ്റവും കൂടുതൽ ഓപ്പറേഷൻ സിന്ദൂറിലെ കനത്ത തിരിച്ചടി കിട്ടിയ പാകിസ്ഥാന് അവരുടെ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാനും അതല്ലെങ്കിൽ അവരുടെ സൈനിക താവളങ്ങൾ നിർമ്മിക്കാനുമൊക്കെ അമേരിക്കയുടെയും കൂടെ സഹായം ഉണ്ടെങ്കിലേ നടക്കുകയുള്ളൂ. അതുകൊണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുകയല്ല, തൽക്കാലത്തേക്ക് പറയാൻ വഴിയില്ല എന്ന് തന്നെയാണ് ഒടുവിലെത്തിയിരിക്കുന്ന ഒരു റിപ്പോർട്ട്. മിക്കവാറും പാകിസ്ഥാൻ സൈന്യം ഗാസയിൽ എത്തുക തന്നെ ചെയ്യും. അവിടെ ഹമാസിനെ നേടാനും ഹമാസ് ഭീകരന്മാരെ കൊല്ലാനുമൊക്കെ പാകിസ്ഥാൻ സൈന്യവും കൂടെ നിൽക്കേണ്ടി വരും. അതിൻ്റെ പ്രത്യാഘാതം തീർച്ചയായും പാകിസ്ഥാനിലും ഉണ്ടാകുമെന്നും ഇതിൻ്റെ തിരിച്ചടി അസീം മുനീറിന് ലഭിക്കുമെന്നും 100% ഉറപ്പുമാണ്. എന്നാൽ കുറേ നാൾ മുമ്പ് പാകിസ്ഥാനിലെ വിദേശകാര്യമന്ത്രി പറഞ്ഞത് ഹമാസിനെ നിരായുധരാക്കുന്നത് പാകിസ്ഥാൻ്റെ പണിയല്ല എന്നാണ്. അത് മുൻകൂട്ടി ഒന്ന് പറഞ്ഞു നോക്കിയതാണ്. പക്ഷേ വേറെ വഴിയില്ല. ട്രംപിൻ്റെ ആജ്ഞയാണ്, അത് അനുസരിക്കുക മാത്രമാണ് പാകിസ്ഥാൻ്റെ മുന്നിലുള്ള ഏക പോംവഴി. അതല്ലെങ്കിൽ പിന്നീട് പാകിസ്ഥാൻ കൂടുതൽ വെള്ളം കുടിക്കേണ്ടി വരും ട്രംപിൻ്റെ വിരോധം സമ്പാദിച്ചാൽ എന്നുള്ള കാര്യവും ഉറപ്പാണ്.